ഇന്ന് രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുകയാണ്. ഇനി പ്രധാനമന്ത്രി എത്തുമോ ശബരിമലയിലേക്ക്? അതാണ് എല്ലാവരും ഉറ്റ് നോക്കുന്നത്. അത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ സമയത്ത് തന്നെ പറഞ്ഞു കേട്ടതാണ്. മോദി ശബരിമലയിലേക്ക് വരുന്നു, ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ BJP ഘടകമാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. അത് പിന്നീട് അത്തരത്തിലൊരു വാർത്ത അങ്ങ് നീണ്ടു പോയി. പക്ഷേ നരേന്ദ്രമോദി വരുന്ന ലക്ഷണം ഒന്നും കാണുന്നുമില്ല. വളരെ വലിയ പ്രതീക്ഷയോടുകൂടി പലരും കാത്തിരുന്നു എന്നുള്ളതാണ്. മോദി വരുമ്പോൾ ഒന്നും കൂടെ ശബരിമല അതെ ലോകതലത്തിൽ തന്നെ ഒരുപക്ഷെ ശ്രദ്ധേയമായി മാറുമെന്നുള്ളതാണ്. ഇപ്പം രാഷ്ട്രപതിയുടെ വരവിലും രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ ശബരിമല അറിയപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പം എല്ലായിടങ്ങളിൽ രാജ്യമെമ്പാടും ഈ വാർത്ത നിൽക്കുകയല്ലേ. രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തി. അപ്പോൾ ഉടനെയാണ് നമ്മൾ പണ്ടത്തെ രാഷ്ട്രപതി ശബരിമലയിൽ വന്ന കാര്യമൊക്കെ 1973 VV ഗിരി വന്ന കാര്യമൊക്കെ ഓർത്തത്. പണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ശബരിമല സന്ദർശനം നടത്താൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ നീക്കവും തുടങ്ങി. ശരംകുത്തിയിൽ ഹെലിപ്പാഡ് നിർമ്മാണത്തിലേക്ക് വരെ കടന്നു. അവിടെ വന്ന് നേരിട്ടിറങ്ങുക. അല്ലാതെ ഇപ്പോൾ രാഷ്ട്രപതി വന്ന് പത്തനംതിട്ടയിൽ പ്രമാടമെന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. അവിടുന്ന് ഇറങ്ങിയിട്ട് പമ്പയിലേക്ക് കാർ മാർഗം 65 കിലോമീറ്ററാണ് പോവുകയാണ്. ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നിലയ്ക്കലിറങ്ങുക. അവിടെ ഹെലിപ്പാഡുണ്ട്. അവിടെ നിന്ന് 22 കിലോമീറ്ററേ ഉള്ളൂ പമ്പയിലേക്ക്. ഇത് കാരണം അവിടെ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് നിലയ്ക്കലിൽ നിന്ന് മാറ്റി പ്രമാടത്തെ ആക്കിയത്. കാരണം പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് തന്നെയാണ് കാലാവസ്ഥയുടെ കാര്യത്തിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും അവധി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അത്രത്തോളം ഗൗരവമുള്ളതാണെന്നുള്ളത്. അപ്പോൾ പ്രമാടത്ത് വന്നിറങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധി വരുന്നത് ശരംകുത്തിയിൽ വന്ന് നേരിട്ട്, കാരണം അന്നത്തെ കാലത്ത് ഈ റോഡ് മാർഗമൊക്കെ എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ട് അന്ന് നെടുമ്പാശ്ശേരിയിലൊന്നും വിമാനത്താവളം ആയിട്ടില്ല. കാർ മാർഗം ഇങ്ങ് പമ്പ വരെ എത്തുക എന്നൊക്കെ പറയുന്ന ഇത്തിരി ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ആലോചിച്ചത്. പക്ഷേ വനം വകുപ്പ് അതിനകത്തൊക്കെ ഒരുപാട് പാരിസ്ഥിതിക കമ്മിറ്റികളൊക്കെ ഒരുപാട് എതിർപ്പ് പ്രകടിപ്പിച്ചു. പരിസ്ഥിതി വാദികൾ അതിൽ അതിശക്തമായിട്ട് എതിർത്തു. വലിയ പ്രതിഷേധമുണ്ടായി. കാരണം അന്ന് ശബരിമല ഈ ഒരു തരത്തിലും പമ്പയിൽ നിന്ന് ഒരു വാഹനം പോലും അങ്ങോട്ടേക്ക് കടന്നു പോകാത്ത ഒരു കാലമായിരുന്നു. സ്വാമിയേപ്പൻ റോഡ് പോലും ശരിയായ രീതിയിലായിട്ടില്ല. അപ്പോൾ ഇത് വലിയ എതിർപ്പുണ്ടായി. അവസാനം പ്രധാനമന്ത്രിയുടെ വരവ് നിർത്തിവെച്ചു. ഇവിടെ ഇപ്പൊ അപ്പോഴേക്കും ഈ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പോലും ശബരിമല സന്ദർശിച്ചിട്ടില്ല. രാഷ്ട്രപതി മാത്രം. ഇത് രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോൾ വരുന്നത്. ആദ്യത്തെ വനിത എന്നുള്ള രീതിയിൽ ആദ്യത്തെ. ഇപ്പൊ പല മാധ്യമങ്ങളും പറയുന്നു ആദ്യമായിട്ട് രാഷ്ട്രപതി ശബരിമലയിൽ വരുന്നു. അല്ല, 73 ഏപ്രിൽ 10 VV ഗിരിയും മകൻ ശങ്കർ ഗിരിയും കൂടിയാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചരിത്രം കുറിക്കാൻ കൂടിയാണ് നരേന്ദ്രമോദിക്ക് അവസരം വന്നിരിക്കുന്നത്. അതെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി 2029 പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് ശബരിമലയിൽ എത്തിയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അന്ന് അപ്പം മോദി വരും എന്നുള്ളത് കൊണ്ട് ഈ SPG ഗ്രൂപ്പുകാർ വന്നു ഇവിടെ എല്ലാം നോക്കുകയൊക്കെ ചെയ്തു. കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് പോയി. പക്ഷെ അവർക്ക് അത്ര അങ്ങോട്ട് ഒരു കാര്യങ്ങൾ ഒരു പന്തിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം അയ്യപ്പ ക്ഷേത്രം അതൊരു കാനന ക്ഷേത്രമാണ്. അതിന് പരമ്പരാഗതമായിട്ടുള്ള വഴികളുണ്ട്. അതിലൂടെ തന്നെ പോവുക. അപ്പോൾ പമ്പ വരെ വാഹനത്തിൽ എത്തുക, നിലയ്ക്കൽ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങി പമ്പയിലേക്ക് വരിക. അവിടെ നിന്ന് നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നടന്നു പോകും. എങ്കിലും ഇരിക്കുക പോലും ചെയ്യത്തില്ല. ഇരിക്കാനായിട്ട് കൂടെ ഉള്ളവർ ക്ഷീണിച്ചാൽ പോലും അവർക്കും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം മോദി ഇരുന്നാലല്ലേ ഇവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. VS അച്യുതാനന്ദൻ ഓർക്കുന്നില്ലേ? മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിലാണോ പ്രതിപക്ഷ
നേതാവായിട്ടിരിക്കുന്ന അവസരത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ശബരിമലയ്ക്ക് പോയി. പിന്നെ VS അച്യുതാനന്ദൻ മലയും കാടും ഒക്കെ കയറി ഇറങ്ങുന്നതിലും ബഹുസമർത്ഥനാണല്ലോ. ഇദ്ദേഹം ഒറ്റ നടത്തമാണ്, എങ്ങും വരുന്നില്ല എന്നാണ് പറയുന്നത്. കൂടുള്ളവർക്കോ അവർ ക്ഷീണിച്ച അവസരമായി, അവർക്കും ഇരിക്കാൻ കഴിയുന്നില്ല. VSന്റെ ആ സ്വതസിദ്ധമായ ഒരു രീതിയിൽ നടന്ന് കയറി ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദിയും ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, മോദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിലൊന്നും കയറത്തില്ല, കയറി അങ്ങ് പോകും. അദ്ദേഹം നല്ല ആരോഗ്യത്തോടുകൂടി യോഗയൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്, സുഖമായി കയറി പോകും. അപ്പോൾ സുരക്ഷ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്രയും വൈകുന്നത്. ഇപ്പം രാഷ്ട്രപതി ഇപ്പം ശബരിമലയിലെത്തി. ഇപ്പം പമ്പയിൽ നിന്ന് പോകുന്നത് സാമേയ്യപ്പൻ റോഡ് വഴി കൂർക്ക വാഹനത്തിലാണ്. പ്രത്യേകമായിട്ടുള്ള കവചിത വാഹനങ്ങളാണ്. ഇതിൻ്റെ കൂടെ എന്തായാലും അകമ്പടി വാഹനങ്ങൾ വേണമല്ലോ. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടേഴ്സ്, വേണ്ട തരത്തിലുള്ള സന്നാഹമൊക്കെ വേണം. അതേതാണ്ട് ഒരു 10 വാഹനങ്ങളുണ്ട്. ഈ 10 വാഹനങ്ങൾ ഇങ്ങനെ ശബരിമലയിലേക്ക് ചെല്ലുന്നത് ആദ്യമായിരിക്കും കേട്ടോ. വല്ലപ്പോഴും ഇടയ്ക്ക് തീർത്ഥാടന കാലത്ത് ഈ സൈറണൊക്കെ ഇട്ടുകൊണ്ടൊരു ജീപ്പ് ആംബുലൻസ് മാത്രമാണ് സാമയ്യപ്പൻ റോഡ് വഴി പോകുന്നത്, അത്യാഹിതം ഉണ്ടാകുന്ന വേളയിൽ മാത്രം. ഇതൊരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. ആദ്യം നമ്മളെല്ലാം കരുതിയത് രാഷ്ട്രപതി പരമ്പരാഗത വഴിയായ നീലിമല അപ്പാച്ചിമേട് വഴി നടന്നു കയറുമെന്നാണ്. പക്ഷേ ഇന്ന് അവിടെ നട അടയ്ക്കുകയാണ്, ഇന്ന് രാത്രിയിൽ. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തണം, തിരക്കിട്ട പരിപാടിയുമായിട്ട് വന്നതാണല്ലോ. അതുകൊണ്ടാണ് ഈ വാഹന സൗകര്യം ഉപയോഗിക്കുന്നത്. വാഹനം പോകാം, പക്ഷേ ഈ രാഷ്ട്രപതി ഈ വാഹനം ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ഇവിടുത്തെ ഈ ചോട്ടാ നേതാക്കന്മാരൊക്കെ ഈ ഇതുപോലുള്ള ജീപ്പ് ആംബുലൻസോ അതുപോലുള്ള വാഹനത്തിൻ്റെ നെഞ്ചത്ത് കയറാതിരുന്നാൽ കൊള്ളാം. കാരണം സൗകര്യം കിട്ടുമ്പോഴെല്ലാം അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. ഇപ്പോഴുള്ള 3 ആംബുലൻസ് ഉണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ കയ്യിലും 1 വനം വകുപ്പിൻ്റെ കയ്യിലുമുണ്ട്. അതിൽ പിന്നെ എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം സന്നിധാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ചങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ആരെയും കൊണ്ടുപോകില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് ട്രാക്ടറിലൊക്കെ ഓരോരുത്തരൊക്കെ കയറി ഇറങ്ങി പോകുമായിരുന്നു. നമ്മുടെ ADGP വരെ കയറിയിട്ടില്ലേ. അപ്പോൾ നരേന്ദ്രമോദി എൻ്റെ അഭിപ്രായത്തിൽ വരണം. ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ 2023 മൻ കി ബാത്തിൽ, ഒരു മാസത്തെ മൻ കി ബാത്തിൽ ശബരിമലയെ പരാമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി. കാനന ക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശബരിമല തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് ശബരിമലയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതെല്ലാം നരേന്ദ്രമോദിയുടെ രീതിയാണ്. അതിൽ കേരളം എന്ന് നാം പറയുമ്പോൾ ആദ്യം വരുന്ന ശബരിമലയാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, തീർച്ചയായിട്ടും ഈ പലർക്കും അങ്ങോട്ട് ആവശ്യപ്പെടാം, സംസ്ഥാനത്തിനും അങ്ങോട്ട് ആവശ്യപ്പെടാം, പ്രധാനമന്ത്രി ശബരിമല സന്ദർശിക്കണം. കാരണം രാഷ്ട്രപതി വരെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കി അതിലൂടെ ശബരിമലയിൽ ദർശനം നടത്തി. ഇനിയിപ്പം അടുത്ത തീർത്ഥാടന കാലമാകാൻ പോവുക. തീർത്ഥാടന കാലത്തിന് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു VVIP സന്ദർശനം ഉണ്ടാകത്തില്ല. കാരണം നിലയ്ക്കാത്ത ഭക്തരുടെ ഒഴുക്കാണ്. ഇതിപ്പോൾ തീർത്ഥാടന കാലത്തിന് തൊട്ടു മുമ്പുള്ള മാസമാണ്. അപ്പോൾ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ ഈ ശബരിമലയുടെ പ്രാധാന്യം ഒന്നുകൂടെ മാറും. ശബരിമലയ്ക്ക് പ്രാധാന്യം കുറവെന്നല്ല പറയുന്നത്, അത് ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.